വനിതാ ദിനത്തോടനുബന്ധിച്ച് 24-ഉം ഫ്ലവേഴ്സും സംഘടിപ്പിക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് റൺ ഇന്ന് കൊച്ചിയിൽ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി പ്രമുഖർ റണ്ണിന്റെ ഭാഗമാകും. രാത്രി 9-ന് കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്ന് റൺ ആരംഭിക്കും. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, അങ്ങോട്ടേക്ക് മത്സരാർത്ഥികൾ അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ എത്തി തുടങ്ങിയോ? അഞ്ജ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ മെഗാ ഇവന്റ് നടക്കാൻ പോകുന്ന ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ്. അനുജ ചോദിച്ചതുപോലെ ഇവിടേക്ക് രജിസ്ട്രേഷൻ നടപടികൾ അടക്കം ആരംഭിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഈ കമാനം കടന്ന് നടൻ ജയസൂര്യ ഇവിടെ വെച്ചിട്ടായിരിക്കും ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നത്. ഈ കമാനം കടന്ന് ഈ റൺ ഇപ്പോൾ നടക്കുന്ന നമ്മുടെ ഈ മെഗാ ഇവന്റ് ഇവിടെ നിന്നും ആരംഭിക്കും ഫ്ളാഗ് ഓഫോടുകൂടി. ഇതിന്റെ കുറെ ദിവസങ്ങളായി ഇതിന്റെ സംഘാടന ചുമതലയിൽ നിൽക്കുന്ന ഉണ്ണിച്ചേട്ടാ ഒരു നിമിഷം ഒന്ന് വന്നിട്ടേ പോയി. ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ അവസാനഘട്ട ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നത്? എന്താണ് പരിപാടി? എല്ലാം ഒക്കെയാണ്. നമ്മൾ 8 മണിക്ക് ഒഫീഷ്യൽ ഇനോഗ്രൽ ചടങ്ങ് നടക്കും. ജയസൂര്യ ആണ് മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത്. കളക്ടറുണ്ട്, കമ്മീഷണറുണ്ട്, അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ 3-ാം വർഷത്തിൽ നമ്മളെ 3-ാമത്തെ തവണയാണ് നടത്തുന്നത്. എന്താണ് ഇത്തവണത്തെ പ്രത്യേകത? ഈ പാർട്ടിസിപ്പേഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഇരട്ടിയായിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ സ്ത്രീ സമൂഹത്തിന്, സ്ത്രീ ശാക്തീകരണത്തിന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പിന്തുണ. തീർച്ചയായിട്ടും അനുജ, നമുക്ക് ആ രജിസ്ട്രേഷൻ കൗണ്ടറിന്റെ ഭാഗത്തേക്ക് പോകാം. ഇപ്പോൾ ഏതാണ്ട് സമയം 6:23 ആയിട്ടേ ഉള്ളൂ. നമ്മുടെ ഈ മെഗാ റൺ തുടങ്ങാൻ പോകുന്നത്, പിങ്ക് മിഡ് നൈറ്റ് റൺ തുടങ്ങേണ്ടത് 8:30 പക്ഷേ ഇപ്പോഴേ ഇവിടെ രജിസ്ട്രേഷൻ നടപടികൾക്കൊക്കെയായി വന്നിട്ടുണ്ട്. നേരത്തെ ഇത് 6 o'clock വന്ന് ടീഷർട്ട് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആവശ്യത്തോടെയാണോ വന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും. പ്രായമൊന്നും ഇതിനൊരു പ്രശ്നമല്ലല്ലോ? ഒട്ടും പ്രശ്നമല്ല. ഇല്ല, കൂട്ടത്തോടെ വന്നേക്കല്ലേ? എങ്ങനെ നിങ്ങൾ 3 പേരെ ഉള്ള വേറെ ആളുകൾ വന്നിട്ടുണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഒരുപാട് പേരുണ്ട്. അത്യാവശ്യമുണ്ട്. വലിയ ആവേശം. ശരി, തീർച്ചയായിട്ടും അനുജ, ഈ കാണുന്ന രജിസ്ട്രേഷൻ കൗണ്ടറിലെ ഈ ആൾക്കൂട്ടം തന്നെയാണ് തെളിയിക്കുന്നത് നമ്മുടെ ഈ പിങ്ക് മിഡ് നൈറ്റ് റൺ എത്രത്തോളം വലിയ വിജയമാകാൻ പോകുന്നു, ചരിത്രത്തിലേക്ക് നടന്നു കയറാൻ പോകുന്നു എന്ന് ഈ ആൾക്കൂട്ടം ഒരിക്കൽ കൂടി ചരിത്രത്തിലേക്ക് നടന്നു കയറാൻ പോവുകയാണ് പിങ്ക് മിഡ് നൈറ്റ് റൺ. അത് അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെടും. ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് സ്പോട്ട് രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നതിനുമൊക്കെയായുള്ള സ്ത്രീകളുടെ വലിയൊരു നിര ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ കാണാൻ കഴിയുന്നുണ്ട്.